ഹോർമുസിൽ ഇറാനോടൊപ്പം എന്ന് ഒമാൻ. അമേരിക്കയുടെ നയനിലപാടുകളോട് തങ്ങൾക്ക് യോജിപ്പില്ലെന്നും ഇപ്പോഴത്തെ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ബദൽ സംവിധാനം അല്ലെങ്കിൽ സമാന്തര പാത ഉണ്ടാക്കിയത് ശരിയല്ല എന്നും ഒമാൻ അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നടക്കുകയാണ്. അതാണ് പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഇറാനുമായിട്ട് പിണക്കമില്ലെന്നും ഹോർമുസിൽ ഇറാന് പിന്തുണ നൽകുമെന്നും അമേരിക്കയുടെ നയനിലപാടിനോട് യോജിപ്പില്ലെന്നും ഒമാൻ തുറന്ന് പറയുകയും ചെയ്തു. അവരെന്താ പറഞ്ഞത്, അവരുടെ സ്ഥിതി കാര്യങ്ങൾ നമ്മൾ നോക്കാം. ഹോർമുസ് കടൽ നമുക്കറിയാം, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം പാർട്ട്ണർഷിപ്പുള്ള അതല്ലെങ്കിൽ അതിന് പങ്കിടുന്ന രാജ്യമാണ്. അതൊന്ന് ഒമാനാണ്, ഒന്ന് ഇറാനാണ്. ഏകദേശം 15 മുതൽ 30 കിലോമീറ്റർ വീതിയും 10 മുതൽ 90 കിലോമീറ്റർ നീളവുമുള്ള ഒരു ചെറിയ കടലിടുക്കാണ്. അങ്ങനെ ആ മേഖല സ്വതന്ത്രമായിരിക്കുന്ന ഒരു പാതയായിട്ടായിരുന്നു കൊണ്ടു നടന്നത്. എന്നാൽ അമേരിക്ക ഇറാൻ ആക്രമിച്ചതോടുകൂടി, അതായത് ഈ വർഷം 2026 ഫെബ്രുവരി മാസം 28 അമേരിക്കയുടെ സൈന്യം ഇറാന് നേരെ ആക്രമണം നടത്തിയതോടുകൂടി പിന്നീട് പ്രതിരോധം എന്ന രീതിയിൽ ഹോർമുസിനെ അവർ ബ്ലോക്ക് ചെയ്തു. ഹോർമുസിനെ ബ്ലോക്ക് ചെയ്താൽ സാധാരണഗതിയിൽ ഒമാനിൻ്റെ തീരം ചേർന്നുകൊണ്ട്, അതായത് 30 കിലോമീറ്റർ ആണെങ്കിൽ 30 എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം ചില ഏരിയയിൽ 20 കിലോമീറ്റർ അത്ര ദൂരം ഇതിങ്ങനെ വീതി കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒമാനുടെ തീരം ചേർന്നുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കപ്പലിന് സഞ്ചാരം നടത്താൻ വേണ്ടി പറ്റും. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ അതിൽ പ്രധാനമായിരിക്കുന്ന കക്ഷി ആയതുകൊണ്ട് അവരതിനെ സഹകരിച്ചിട്ടില്ല, സഹായിച്ചിട്ടില്ല, തങ്ങൾക്കത് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇറാനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വിയന്നയിൽ വെച്ച് നടത്തിയിരിക്കുന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ധാരണ ഇറാനും അമേരിക്കയും തമ്മിലുണ്ടായി. അത് മധ്യസ്ഥരായിരിക്കുന്ന ഖത്തറിൻ്റെയും പാകിസ്ഥാൻ്റെയും നേതൃത്വത്തിലാണ് ആ ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ സ്വതന്ത്രമായിരിക്കുന്ന പാതയാക്കിയിട്ട് ഹോർമുസിനെ മാറ്റാം, അതിന് അവർക്ക് നൽകാനുള്ള പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഹോർമുസ് കടലിൻ്റെ മേഖലയിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ നീക്കം ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമ്മതിച്ചു. ഹോർമുസിൻ്റെ കാര്യത്തിൽ അതിൻ്റെ നിയന്ത്രണം ഇറാന് തന്നെയാണ് എന്നുള്ളത് അമേരിക്ക അവിടെ സമ്മതിച്ച കാര്യമാണ്. എന്നാൽ പിന്നീട് എന്ത് ചെയ്തു? അമേരിക്ക ഇവിടെ എത്തിയതോടുകൂടി ഹോർമുസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു തീരമൊന്നുമല്ല. ഹോർമുസ് എന്ന് പറഞ്ഞാൽ ലോക സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കുന്ന നിർണായകമായിരിക്കുന്ന ഒരു തുരുത്ത് തന്നെയാണ് ഹോർമുസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു നിയന്ത്രണം ഇറാൻ ഉള്ളിടത്തോളം കാലം ലോകത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കും. അതാണ് ഏറ്റവും വലിയ വിഷയം. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഏഷ്യയിലേക്കും അമേരിക്കൻ ഐക്യനാടുകളിലേക്കും എല്ലാം പെട്രോൾ പോകുന്നത് ഈ ഹോർമുസ് കടന്നുകൊണ്ടാണ്. ഹോർമുസ് ചെറിയൊരു ഇടുക്കാണ്, വിശാലമാക്കപ്പെട്ട ഒരു കപ്പൽ പാതയൊന്നും അല്ല എന്നതിനാൽ അതിന് പോകാനുള്ള ഒരു റൂട്ട് വളരെ കൃത്യമായ രീതിയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ, അമേരിക്ക എന്താണെങ്കിൽ ചതി ചെയ്യുന്ന ഉറപ്പാണ്. ഈ കരാർ വ്യവസ്ഥ ലംഘിക്കുക എന്നുള്ളതും ചതി പ്രയോഗം നടത്തുക എന്നുള്ളതും കള്ളത്തരവും പൊള്ളത്തരവും വിളിച്ചു പറയുക എന്നുള്ളതും സാധാരണഗതിയിൽ യൂറോപ്യന്മാർ ചെയ്യാറുള്ളതാണ്. അതിൽ ട്രംപിന് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ നോബൽ സമ്മാനം കൊടുക്കുകയാണ്, നുണ പറയുന്നതിന് കൊടുക്കണം. കാരണം ഇറാൻ്റെ കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും പറയാറുള്ളത് ട്രംപാണ്. ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇല്ലാത്ത കഥകളൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളത് മൂപ്പരെ പണിയാണ്. കരാർ വ്യവസ്ഥ പ്രകാരം അവിടെ യുദ്ധം ഏറെക്കുറെ അവസാനിച്ചു. 2 ദിവസം മുമ്പുള്ള കഥയാണ് പറയുന്നത്. അപ്പോൾ അതോടുകൂടി പിന്നെ എന്ത് ചെയ്ത് കപ്പൽ പോകാൻ തുടങ്ങി. കപ്പലിന് സ്വാഭാവികപരമായ രീതിയിൽ ഇറാന് അതിൻ്റെ ചുങ്കം വാങ്ങും. അത് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാജ്യം തകർന്നു പോയിട്ടുണ്ട് പല മേഖലകളിലും, അത് പുനർനിർമ്മിക്കാൻ വേണ്ടി സാമ്പത്തിക ആവശ്യമുണ്ട്. ഒന്നൊക്കെ നഷ്ടപരിഹാരം അമേരിക്ക തരിക, അല്ലെങ്കിൽ ഈ കടൽ കടന്നു പോകുന്ന കപ്പലിൽ നിന്ന് തങ്ങൾ ചുങ്കം വാങ്ങും. ഇതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അങ്ങനെ ചുങ്കം വാങ്ങി ഏകദേശം 100ഓളം കപ്പൽ കടത്തി വിടുകയും ചെയ്തു. അപ്പോഴാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികപരമായ വലിയ മുന്നേറ്റം ഉണ്ടാകും. ഇത്രയും കാലമുള്ള സാമ്പത്തിക തകർച്ചയൊക്കെ അതിജീവിക്കാൻ വേണ്ടി ഹോർമുസ് എന്ന് പറയുന്ന ഒരു തുരുത്ത് മാത്രം അവർക്ക് മതി. അപ്പോൾ രഹസ്യമായ രീതിയിൽ ഒരു പണി ഒപ്പിച്ചു. അത് ഒമാൻ്റെ തീരം ചേർന്നുകൊണ്ട് പുതിയൊരു കപ്പൽ പാത അവരുണ്ടാക്കി എന്നുള്ളതാണ്. സമാന്തര പാത എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. ഈ കപ്പൽ പാതയിലൂടെ കപ്പൽ കടന്നു പോവുകയും ചെയ്തു. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള പല കപ്പലുകളും അമേരിക്ക പറയുന്നത്
ഞങ്ങൾ കാണിച്ചു തരുന്ന റൂട്ടിലൂടെ നിങ്ങൾ സഞ്ചാരം നടത്തുക, നിങ്ങൾ ചുങ്ക കാര്യങ്ങൾ കൊടുക്കേണ്ട, മേൽഭാഗത്ത് ഹെലികോപ്റ്റർ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളും തായ് ഭാഗത്ത് കപ്പലിൻ്റെ എസ്കോർട്ടും ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ സ്വതന്ത്രമായിട്ട് പോവാ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കപ്പൽ കടന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് ഒരു വിശ്വാസയോഗ്യമായ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഏതാണെങ്കിലും രണ്ടാമത്തെ കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. അതിശക്തമായിരിക്കുന്ന ആക്രമണത്തിന് മുമ്പിൽ മുന്നോട്ടും പുറകോട്ടും പോകാൻ പറ്റാത്ത വിധം എഞ്ചിന് പോലും തകരാറുണ്ടാകുന്ന സ്ഥിതിയിലേക്ക് അവരെത്തുകയും ചെയ്തു. അത് പിന്നീട് പ്രതിസന്ധിയായ അത് വിഷയമായി. അത് അമേരിക്കയെ മറ്റ് രാജ്യങ്ങൾ, അതായത് ഈ കപ്പൽ രാജ്യങ്ങൾ, കപ്പലിൻ്റെ ബന്ധപ്പെട്ടവരും അതിൻ്റെ ഉടമസ്ഥരും തന്നെ ചോദ്യം ചെയ്തു. നിങ്ങൾ വലിയ സുരക്ഷിതത്വം ഒരുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കപ്പലിനെ വിട്ടത്, ഇപ്പോൾ ഞങ്ങളുടെ കപ്പലിൻ്റെ അകത്തുള്ള എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നു, അതൊക്കെ കൂടുതലൊക്കെ ഒലിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ്. പലതും തകർക്കപ്പെട്ട രീതിയിലാണ്. എല്ലാം നല്ല കുറഞ്ഞ ഭാഗം അങ്ങനെ തകർച്ച നേരിട്ടിട്ടുണ്ട്. കപ്പലിനൊക്കെ വലിയ രീതിയിലുള്ള കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു വല്ലാത്ത രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചത് നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചിട്ടാണ്. അവിടെ കുടുങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ ഒരു സമാന്തര പാത ഉണ്ടാക്കിയ വിവരം അറിഞ്ഞതോടുകൂടി പിന്നീട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ സജീവമാകുകയും ഇവിടേക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു സംഘത്തെ, സൈനിക വിഭാഗത്തെ തന്നെ വിന്യസിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെ ഇപ്പം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മേഖലയ്ക്ക് ഏതൊരു കപ്പൽ കയറിയാലും തങ്ങളുടെ മുന്നറിയിപ്പ് അവഗണിച്ചിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ആക്രമിക്കുമെന്ന് മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞത് കടലിൽ മുക്കുന്നുള്ളതാണ്. ആ തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം, സങ്കീർണമായിരിക്കും സ്ഥിതി വന്ന സമയത്താണ് ഒമാനും ഇറാനും തമ്മിൽ വിഷയം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ഒമാൻ പറഞ്ഞിരിക്കുന്ന മറുപടി ശ്രദ്ധേയമാണ്. തങ്ങളെ വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിക്കുകയും അതേപോലെ തന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളിതിന് സംഭവിച്ചത്. തങ്ങൾക്ക് ഇതിന് സപ്പോർട്ടില്ല, അത് തെറ്റായിരിക്കുന്ന ഒരു കീഴ്വഴക്കമാണ്, തങ്ങൾ ഇറാനോടൊപ്പമാണ് നിൽക്കുന്നത്. ഈ കടൽ കടന്നു കഴിഞ്ഞാൽ ഈ ചുങ്കം കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം ഒമാന് നൽകുമെന്ന് ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ആ തരത്തിലാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ ഇപ്പോൾ ഒമാൻ പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിരിക്കുന്ന കാര്യം, ഏറെക്കുറെ ഇത് അടച്ചിരിക്കുന്നു, സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ പ്രയാസമുണ്ട് എന്നതിനാൽ തന്നെയാണ് ഞങ്ങളിതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഞങ്ങളിതിന് വേണ്ടിയിട്ട് യാതൊരു വിധ സഹായങ്ങളും അമേരിക്ക ചെയ്തിട്ടില്ല. അവർ പ്രകോപിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തു. അങ്ങനെയാണ് സമ്മർദ്ദത്തിലാക്കിയതിന് ശേഷമാണ് തങ്ങൾ അതിന് സമ്മതിച്ചത് എന്നുള്ളതാണ്. അതോടുകൂടി അത് അടക്കം ചെയ്തു. ഏറെക്കുറെ ആ ഭാഗത്തൂടെ കപ്പൽ പോകുന്നത് താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെക്കുകയും ചെയ്തു. അപ്പോൾ ഒമാൻ പറയുന്ന കാര്യം തങ്ങൾ ഇറാനോടൊപ്പമാണ്, അമേരിക്കയോടൊപ്പമല്ല. ഇറാൻ്റെ നയങ്ങൾക്കും നിലപാടിനോടും സമീപനത്തിനനുസരിച്ചാണ് തങ്ങൾ നീങ്ങുക, മറ്റൊന്നും നിങ്ങളതിന് കാര്യമാക്കണ്ട എന്നുകൂടിയുള്ള ഒരു നിലപാടിലേക്ക് ഒമാൻ എത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം.